ലോകകപ്പ് വേദിയിൽ ഇനി തീപാറും പോരാട്ടങ്ങൾ മാത്രം. ആദ്യ സെമി ചിത്രം വ്യക്തമായപ്പോൾ സസ്പെൻസും ആവേശവും നിറയുകയാണ്. നിലവിലെ യൂറോ കപ്പ് ചാമ്പ്യന്മാരായ സ്പെയിൻ നിലവിലെ ലോകകപ്പ് റണ്ണറപ്പുകളായ ഫ്രാൻസിനെയാണ് നേരിടാൻ പോകുന്നത്. ലോകകപ്പിലെ ഏറ്റവും ശക്തരായ രണ്ട് ടീമുകൾ നേർക്കുനേർ എത്തുമ്പോൾ മൈതാനത്തിന് തീ പിടിക്കും. കണ്ണും പൂട്ടി ചില പ്രവചനങ്ങൾ നടത്താം എന്നതൊഴിച്ചാൽ ആർക്കാവും ജയമെന്ന് പ്രവചിക്കുക അസാധ്യമാണ്. ആര് ജയിക്കുമെന്ന് പ്രവചിക്കുക പോലും പ്രയാസകരമായ തരത്തിലാണ് സൂപ്പർ പോരാട്ടം നടക്കാൻ പോകുന്നത്. എന്നാൽ ചില കണക്കുകൾ ഈ സസ്പെൻസിന് മറ്റൊരു ആവേശം പകരുന്നുണ്ട്. നേർക്കുനേർ കണക്കിൽ സ്പെയിന് മുൻതൂക്കം ഉണ്ടെന്നാണ് ചില കണക്കുകൾ പറയുന്നത്. മുൻ കണക്കുകളിൽ സ്പെയിന് വ്യക്തമായ മുൻതൂക്കം അവകാശപ്പെടാൻ സാധിക്കും. 38 തവണയാണ് ഇരു കൂട്ടരും നേർക്കുനേർ എത്തിയത്. ഇതിൽ 13 തവണയാണ് ഫ്രാൻസിന് ജയിക്കാൻ സാധിച്ചത്. 18 തവണയും സ്പെയിനിന് വിജയം നേടാൻ സാധിച്ചു. 7 മത്സരം സമനിലയിലാണ് കലാശിച്ചത്. ഗോളടിയിലും സ്പെയിന് മുൻതൂക്കമുണ്ട്. പ്രധാനപ്പെട്ട മത്സരങ്ങളിലും സ്പെയിന് മുൻതൂക്കമുണ്ട്. ഫിഫ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ 2 തവണ നേർക്കുനേർ എത്തിയപ്പോൾ 1 തവണ സ്പെയിൻ ജയിച്ചപ്പോൾ 1 മത്സരം സമനിലയിലാണ് കലാശിച്ചത്. യുവേഫ നാഷൻസ് ലീഗിൽ 2 തവണ നേർക്കുനേർ എത്തിയപ്പോൾ ഇരു ടീമും ഓരോ മത്സരം ജയിച്ചു. യുവേഫ യൂറോ കപ്പിൽ 2 തവണ ഏറ്റുമുട്ടിയപ്പോൾ 2 തവണയും ജയം സ്പെയിനിനായിരുന്നു. അതേസമയം ഫിഫ ലോകകപ്പിൽ 1 തവണ നേർക്കുനേർ എത്തിയപ്പോൾ ജയം ഫ്രാൻസ് നേടി. ഏറ്റവും ഒടുവിലായി 2025 ജൂൺ 6 നടന്ന നാഷൻസ് ലീഗിലാണ് ഇരു ടീമും ഏറ്റുമുട്ടിയത്. ഗോളടി മേളം കണ്ട മത്സരത്തിൽ ജയം സ്പെയിനിനായിരുന്നു. 5-4 സ്പെയിനിന്റെ ജയം. നിക്കോ വില്യംസും മൈക്കിൾ മൊറീനയും പെഡ്രിയും ഓരോ ഗോളും, ലാമിൻ യമാൽ 2 ഗോളും ഈ മത്സരത്തിൽ നേടി. ഫ്രാൻസിനായി കിലിയൻ എംബാപ്പയും റയാൻ ചെർക്കിയും റാൻഡൽ കോളോ മുവാനിയും വലകുലുക്കിയപ്പോൾ ഡാനിയൽ വിവിയന്റെ സെൽഫ് ഗോളും ലഭിച്ചു. എന്നാൽ നിലവിലെ ഫോം വിലയിരുത്തുമ്പോൾ സ്പെയിനിനേക്കാൾ മുൻതൂക്കം ഫ്രാൻസിനാണ് അവകാശപ്പെടാനാകുക. കിലിയൻ എംബാപ്പയുടെയും ഉസ്മാൻ ഡെംബാലയുടെയും മിന്നുന്ന ഫോമാണ് ഫ്രാൻസിന് കരുത്താകുന്നത്. എംബാപ്പെ 8 ഗോളും 3 അസിസ്റ്റും നേടി നിലവിലെ ഗോൾഡൻ ബൂട്ട് പോരാട്ടത്തിലെ തലപ്പത്താണുള്ളത്. ഉസ്മാൻ ഡെംബാലെ 5 ഗോളും 2 അസിസ്റ്റുമാണ് നേടിയത്. ഈ 2 പേരുടെ ഫോമിലാണ് ഫ്രാൻസിന്റെ കുതിപ്പ്. സ്പെയിനിന്റെ ഗോൾ വേട്ടയിൽ മൈക്കിൾ ഒയൻ സബാലയാണ് മുന്നിട്ട് നിൽക്കുന്നത്. 4 ഗോളും 1 അസിസ്റ്റുമാണ് ഈ ലോകകപ്പിൽ ഒയാർ സബാൽ നേടിയിരിക്കുന്നത്. 2 ഗോൾ നേടിയ മൈക്കിൾ മൊറീനയാണ് സ്പാനിഷ് നിരയിലെ ഗോൾ വേട്ടക്കാരിൽ 2ാം സ്ഥാനത്തുള്ളത്. ഫ്രാൻസ് ഈ ലോകകപ്പിൽ കൂടുതൽ ഗോളും അസിസ്റ്റും നേടിയ ടീമാണ്. 16 ഗോളും 14 അസിസ്റ്റുമാണ് ഫ്രാൻസിന്റെ അക്കൗണ്ടിലുള്ളത്. 47 ടാർഗറ്റ് ഷോട്ടുകളുമായി ഈ റെക്കോർഡിലും ഫ്രാൻസ് മുന്നിട്ട് നിൽക്കുകയാണ്. തുടർച്ചയായ 3ാം ലോകകപ്പ് സെമി കളിക്കുന്നവരാണ് ഫ്രാൻസ്. അതേസമയം 11 ഗോളുകളാണ് സ്പെയിൻ ഈ ലോകകപ്പിൽ നേടിയത്. വ്യത്യസ്ത ഗോൾ സ്കോറർമാർ സ്പെയിൻ ഉണ്ടാകുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അതേസമയം ലാമിൻ യമാൽ മോശം ഫോമിൽ കളിക്കുന്നത് സ്പെയിന് തിരിച്ചടിയാണ്. ഈ ലോകകപ്പിൽ 1 ഗോൾ മാത്രമാണ് യമാലിന് നേടാനായത്. ഏതായാലും താരമികവിൽ 2 ടീമും ഒന്നിനൊന്ന് മെച്ചമാണ്. അതുകൊണ്ട് തന്നെ ജയം ആർക്കാകുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതുമാണ്.